എൻ്റെ ഫുൾ ടെസ്റ്റ് ഒന്ന് പ്രസംഗം എടുത്ത് നോക്കൂ. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്? വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. വിമർശനങ്ങൾ പറയുന്നതുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPM ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. ഇത് ഞാൻ ക്ലിയറായി പത്തനംതിട്ട പ്രസംഗത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ അതൊന്നും കൊടുക്കാതെ എൻ്റെ ഒരു പ്രസംഗം അടർത്തിയെടുത്തിട്ട് അത് മറ്റാർക്കും എതിരെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് സത്യത്തിൽ ക്രൂരതയല്ലേ? വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് തരൂർ പോകുന്നതിനോട് യോജിപ്പില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വിമർശനങ്ങളെ ഏത് രീതിയിലായാലും നന്മയുള്ള വിമർശനമാണ്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ കേരളത്തിൽ നിൽക്കുന്നത്. ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മടുപ്പുണ്ടാക്കുന്ന ഈ സർക്കാരിനെ, ജനങ്ങൾ മടുത്തിരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കി പകരം ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ വരണമെന്നുള്ള കാര്യത്തിൽ എല്ലാ UDF നേതാക്കന്മാർക്കും ജനങ്ങൾക്ക് ഒരേ അഭിപ്രായമുള്ളത്. അതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ വ്യത്യാസമില്ലെങ്കിൽ കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതെ വിചാരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ എപ്പോഴെങ്കിലും പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന ഏതൊക്കെ ഒരു വാചകം എടുത്തിട്ട് എന്നെ കയറി പിടിച്ചാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾ നന്മയുടെ പക്ഷത്തും നല്ല ഉദ്ദേശത്തോടെ പക്ഷത്തും നിൽക്ക്. നിങ്ങൾ എത്ര വിചാരിച്ചാലും എന്നിൽ നിന്ന് വേർന്ന് കിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഇതിനകത്ത്, ഞാൻ ഫ്ലൈറ്റിൻ്റെ സമയം ഞങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു. പാർട്ടി സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഐക്യത്തോടെ ഒറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കേരളത്തിൽ. കേരളത്തിലെ പാർട്ടിക്കകത്തും കാര്യമായ ഐക്യം ഊട്ടിയുറപ്പിക്കാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും നിർദ്ദേശമാണെങ്കിൽ എല്ലാവരും പിന്നെന്താ ഞാനതല്ലേ പറയാം. അങ്ങനെയല്ല ചോദിക്കേണ്ടതല്ലേ. ഞാൻ പറഞ്ഞത് നന്മയുടെ ഭാഗത്തു നിന്നുകൊണ്ട് പാർട്ടി നന്നാകാൻ വേണ്ടി വിമർശനം വന്നാൽ ആ വിമർശനങ്ങളെ അതേ പോസിറ്റീവ് കൂടി കണ്ടുകൊണ്ട് പരിഹാരം കാണുന്നതാണ് കോൺഗ്രസിൻ്റെ രീതി. ആ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല.